കഴിഞ്ഞ ദിവസം മമ്മൂക്കയ്ക്ക് ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, ഓരോരുത്തർ ഓരോ നേച്ചറല്ലേ. എന്ന ഒരു ആനന്ദ കരണ്ടിക്ക് ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. അദ്ദേഹത്തിന്റെ നേച്ചർ അനുസരിച്ച് അദ്ദേഹം പറഞ്ഞാലുമില്ല, അതെല്ലാം പോട്ടെ. വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്റെ കൂടെ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ജനങ്ങളുടെ നമ്മുടെ ജനങ്ങളുടെ പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അദ്ദേഹം ഇത്രയും വലിയൊരു മനുഷ്യനല്ലേ. ഒരാളുടെ വായിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വീണാൽ അദ്ദേഹത്തെ അതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്ന ശരിയല്ല. വിട്ടേക്ക്. ക്ഷമിച്ചിരിക്കുന്നു പറയാൻ നീ ആരാടാ പന്നി? മമ്മൂക്കയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. ശുദ്ധൻ. പക്ഷെ ഞാനോ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഭാസനും അലവലാതിയുമാണ്. അതൊന്നും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം ഇതൊക്കെ പുള്ളി മുഖത്ത് നോക്കി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല. അതത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട, അത് വിട്ടേക്ക്. പോയി വേറെ വല്ല പണിയുണ്ടോ നോക്കടാ. എത്തിക്കണ്ടപ്പാ. കടുംപിടുത്തക്കാരനായ മമ്മൂക്കയാണല്ലോ ഇഷ്ടം. അങ്ങനെയൊക്കെ പറയും, പക്ഷെ അങ്ങോട്ട് പേടിപ്പിച്ച പേടി. ഞങ്ങളിവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നറിയാം. ഇളക്കല്ലേ നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ഇങ്ങോട്ട് വരട്ടേക്ക് ചെയ്യുമെങ്കിലും അങ്ങോട്ട് ആരെങ്കിലും ഒന്ന് വരട്ടേ പുള്ളി മേടിച്ചു. ഞാൻ എപ്പോഴാണ് വരട്ടേ പുള്ളി മേടിച്ചു. തവളപ്രക്കാടി ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അദ്ദേഹം ഒരു വലിയേട്ടനാണ്, സിനിമയെ കാണുന്ന വലിയേട്ടനല്ല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരട്ടും. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്കറിയണോ? അറിയണോ? മലയാളത്തിന്റെ മഹാനടന് മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയും. അങ്ങനെ കാര്യങ്ങൾ മണി പോലെ വേണം പറയാൻ കേട്ടോ. അദ്ദേഹം ഇത്രയും വലിയൊരു മനുഷ്യനല്ലേ, അത് വിട്ടേക്ക്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. ഇപ്പൊ ഞാൻ പോട്ടെ സാറേ. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണണം. കാണണമെന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ?